ഇതില് എനിക്ക് സ്റ്റാർട്ടിങ് തന്നെ ഈ നമ്മളുടെ സ്വതന്ത്ര സമരത്തില് ഭയങ്കര ഇപ്പോഴും ഭയങ്കര റീകൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. ചിലത് മാനുഫാക്ചേർഡ് ആണ്, പബ്ലിക് സ്ഫിയർ പൊളിറ്റിക്കലും അക്കാഡമിക്കും പോപ്പുലറും പല ഈ ഡിസ്കഷൻസ് ഇപ്പൊ നടക്കുന്നുണ്ട്. അത് ഫ്രം റൈറ്റ് വിങ് ടു പല ഐഡിയോളജീസ്. അത് ഒരു കോൺടെസ്റ്റ് അങ്ങനെ നടക്കണേണ്. അത് തന്നെയല്ല ഇതില് ഞാൻ ഫോക്കസ് ചെയ്യാൻ പോണ ഈ ഇന്നത്തെ സ്വതന്ത്ര സമരത്തില് പല മൂവ്മെന്റ്സ് ഉണ്ടായിരുന്നു. അത് നോട്ട് ഓൺലി ഗാന്ധി തന്നെ, ബാബാ സാഹേബ് അംബേദ്കർ തന്നെയല്ല, പല റീജിയണൽ മൂവ്മെന്റ്സ്, വർക്കേഴ്സിന്റെയും കർഷകർ, പല സ്ട്രഗിൾസ് റീജിയണലായിട്ട് ഇങ്ങനെ ഉണ്ട്. അപ്പൊ ഫ്രീഡം സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ ഇത് എല്ലാം ഒരു ജോയിന്റ് ആയിട്ട് ഓൾ ദീസ് ഡിഫറെന്റ് മൂവ്മെന്റ്സ് ആയിട്ടാണ് ഒരു ഫ്രീഡം സ്ട്രഗിളിലേക്ക് എത്തിയത്. സോ ദാറ്റ് ഇസ് എ വെരി സിഗ്നിഫിക്കൻറ്റ് തിങ്. പക്ഷെ അതില് ഇപ്പോഴെന്താന്ന് പറഞ്ഞാൽ കൂടുതൽ സൈറ്റ് ചെയ്യണ ഇപ്പോഴത്തെ ഒരു ഡിബേറ്റ് ആയിട്ടുള്ളതും പിന്നെ ഒരു കോൺടെസ്റ്റ് ആയിട്ടുള്ളതും ആദ്യത്തെ അംബേദ്കർ ആൻഡ് ഗാന്ധിജി. പൊളിറ്റിക്കലി നാഷണലി ഇപ്പൊ ചിലപ്പോ അതിന്റെ ക്രിറ്റിസിസം അല്ലെങ്കിൽ അതിന്റെ കോപ്ഷൻ, ഇങ്ങനെ കോപ്റ്റ് ചെയ്യണ എല്ലാം എന്റെ സോഴ്സും അതിന്റെ റീസൺസ് ഒക്കെ തരണ അത്ര നോട്ട് സോ ഗുഡ്, ഓൾവേസ് ഒരു ക്രെഡിബിൾ അല്ല. പക്ഷെ എന്തായെങ്കിലും ഈ പബ്ലിക് മെമ്മറിയില് ബോത്ത് ബാബാ സാഹേബ് അംബേദ്കർ ആൻഡ് ഗാന്ധിജി വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. നോട്ട് ഓൺലി സിഗ്നിഫിക്കൻ്റ് എന്ന് പറഞ്ഞാൽ ബിക്കോസ് അവർ നാഷണൽ മൂവ്മെന്റിന്റെയും പിന്നെ സോഷ്യൽ ജസ്റ്റിസിന്റെ അവർ രണ്ടുപേരുടെ സിഗ്നിഫിക്കൻസ് അതാണ്. സോ ദെയർഫോർ പിന്നെ ഗാന്ധിജിയുടെ ഈ ഫ്രീഡം സ്ട്രഗിളില് സ്വതന്ത്ര സമരത്തിൽ ഭയങ്കര ഒരു കോംപ്ലെക്സ് റിലേഷൻഷിപ്പാണ്. അത് പോപ്പുലർ അണ്ടർസ്റ്റാൻഡിങ് ആണെന്ന് പറഞ്ഞാൽ സ്ത്രീകൾ ഭയങ്കര ഇൻഫ്ലുവൻസ്ഡ് ആയിരുന്നു. ലാർജ് നമ്പേഴ്സ് ഓഫ് വിമൻ ഇതിലേക്ക് they were drawn into the freedom struggle influenced by ഗാന്ധി. നമ്മൾ കേരളത്തിൽ തന്നെ നോക്കിയെങ്കിൽ, ഈ കേരളത്തിന്റെ ഹിസ്റ്ററിയിൽ തന്നെ നോക്കിയെങ്കിൽ ഈ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റും പിന്നെ നോൺ കോപ്പറേഷൻ മൂവ്മെന്റിൽ വളരെ ഹ്യൂജ് സെക്ഷൻസ് ഓഫ് വിമൻ നോർത്ത് കേരളയിലൊക്കെ they had participated. പക്ഷെ അതിന്റെ ഈ ഡോക്യുമെന്റേഷൻ പിന്നെ അതിന്റെ റിസർച്ച് കുറച്ച് ചെയ്തപ്പോ അവര് കുറെയൊക്കെ അറസ്റ്റും ആയിട്ടുണ്ട് പല ഈ മൂവ്മെന്റില് കേരളത്തില്. പക്ഷെ ഈ കോർട്ട് റെക്കോർഡ്സ് ഒക്കെ നോക്കിയപ്പോ ദീസ് വിമൻ വർ ഓൾറെഡി ആക്റ്റീവ്. അവര് സ്വന്തം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാക്കാണ്ട് they had their own social activities already ongoing. സോ അവര് ഇറ്റ് ഇസ് നോട്ട് എ മൈൻഡ്ലെസ് ആയിട്ട് ഇങ്ങനെ ഒരു ഫോളോവേഴ്സ് ആയിട്ടല്ല. ഇൻഫാക്ട് ദേ ഇൻഫ്ലുവൻസ് ഗാന്ധിജി അല്ലോ. അപ്പൊ അത് തന്നെയല്ലേ ഫ്രം എന്റെ ഓൺ സ്റ്റഡിയിൽ 1901 തന്നെ ഗാന്ധി ആദ്യം ഇന്റർനാഷണൽ കോൺഗ്രസ് മീറ്റിംഗ് 1901 അന്ന് തന്നെ സ്ത്രീകൾ ഇങ്ങനെ പല പാട്ടുകളും പിന്നെ ഈ കൊയ്ത്ത് സ്പിന്നിങ് വീൽസ് അവരുടെ വീട്ടിലൊക്കെ അവർ സ്വന്തം ദുർഗാപൂജ സാരി സ്വന്തം തന്നെ ബംഗാളിൽ ഉണ്ടാക്കണം. അതൊക്കെ ഹി ഹാഡ് നോട്ടീസ് ദാറ്റ്. ആൻഡ് അത് തന്നെയല്ല അവര് എന്നും ഇൻഫ്ലുവൻസ് ബൈ മെനി, ഭയങ്കര വേറെ ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു. അത് തന്നെയല്ല സൗത്ത് ആഫ്രിക്കയിലാണ് പിന്നെ കൂടുതലും ഗാന്ധിയൻ ഈ ഒരു അപ്രോച്ച് ടുവേർഡ്സ് വിമൻ ആൻഡ് ജെൻഡർ. എന്റെ എക്സ്പീരിയൻസ് ഗാന്ധിയൻ സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ്. ആക്ച്വലി ഈ റെക്കഗ്നൈസ്ഡ് വിമൻ ആസ് പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ് ആയിട്ട് ഇങ്ങനെ റെക്കഗ്നൈസ് ചെയ്തു. അവിടുത്തെ സത്യാഗ്രഹ അന്ന് ഈ ഇമിഗ്രൻസിന് വേണ്ടി ഇങ്ങനെ രജിസ്റ്ററും പാസ് ബുക്സ് ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മുടെ ആസാമിലത്തെ പോലത്തെ സിറ്റിസൺഷിപ്പിന്റെ അവിടെ സ്ട്രഗിൾ നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതില് കസ്തൂർബ ഗാന്ധി അവരൊക്കെ കസ്തൂർബ ഗാന്ധിയും പിന്നെ വേറെ സ്ത്രീകളും ദേ ക്രോസ് ദാറ്റ് ട്രാൻസ്വാൾ ബോർഡർ
എന്നിട്ട് അവർ പ്രൊട്ടസ്റ്റ് ചെയ്തപ്പോൾ അത് അവർക്ക് പിന്നെ ജയിലിൽ പോകേണ്ടി വന്നു. അവർ അറസ്റ്റ് ചെയ്ത് പിന്നെ വേറെ സ്ത്രീകളൊക്കെ അറസ്റ്റായി. അപ്പൊ അന്ന് ഗാന്ധിജി എന്താണ്, വിമൻ ആർ ഫയർഡ് വിത്ത് ദ ഡിസയർ ടു ഗോ ടു ജയിൽ. അപ്പൊ അവരുടെ സ്ത്രീകളുടെ ഹിസ് ഓൺ മദർ, സ്വന്തം അമ്മേനെയും പിന്നെ വൈഫിന്റെയും പേഴ്സണൽ ലൈഫ് ഒരു എക്സാമ്പിൾ ആയിട്ട് വരും. ദാറ്റ് ഹൗ അവര് ദൈവ ആക്റ്റീവായിട്ട് വളരെ സാക്രിഫൈസ് ഒക്കെ ചെയ്തിട്ട് ദൈവ ഫൈറ്റിങ്. അത് ഗാന്ധിജീനെ വലിയ ഇൻഫ്ലുവൻസ് ആയി. ഇത് ഇന്ത്യയിൽ തിരിച്ച് 1915 ഗാന്ധിജി വന്നപ്പോഴവിടെ സ്ത്രീകളുടെ ഓൾറെഡി കുറെ ആക്ടിവിറ്റീസ്, സ്ത്രീകളുടെ ഓർഗനൈസേഷൻസ് പല റീജൻസിലുണ്ടായിരുന്നു. വിമൻ അവർ സ്വന്തം മീറ്റിംഗ്സ് ഒക്കെ നടത്തുന്നുണ്ടായിരുന്നു. പിന്നെ സോഷ്യൽ ഇഷ്യൂസും പിന്നെ പല ഇഷ്യൂസ് ഒക്കെ എടുത്തിട്ട് അന്ന് അവര് എംഫസൈസ് ചെയ്ത സോഷ്യൽ വിമൻസ് പൊളിറ്റിക്കൽ ആക്ഷൻ അവര് എംഫസൈസ് ചെയ്ത്. പിന്നെ അത് തന്നെയില്ല, സ്ത്രീകൾ പിന്നെ ഒരു പുതിയ സെക്ഷൻസ് എൻറ്ററിങ് എഡ്യൂക്കേഷൻ, പ്രൊഫഷൻസ്, അവരുടെ സ്വന്തം മാഗസീൻസും നോവൽസും പിന്നെ ഓർഗനൈസേഷൻസ് ഇങ്ങനെ റിഫോം, പല ഡൗറി ഇഷ്യൂസ്, പിന്നെ ചൈൽഡ് മാരേജ്, ഓൾ ദീസ് ഡിഫറെന്റ് കൈൻഡ് ഓഫ് റിഫോം അവരുടെ സ്വന്തം ഇഷ്യൂസ് ഒക്കെ വൈഡ് ഡിസ്കഷൻസ് ഉണ്ടായിരുന്നു. ഇതിനെപ്പറ്റി ഞാൻ ഈ കേരളത്തിന്റെ തന്നെ മലയാളം മാഗസീൻസിന്റെ ഒരു ആർട്ടിക്കിൾ ഞാൻ ഒരു സ്റ്റഡി നടത്തിയിട്ടുണ്ട്. പിന്നെ അത് തന്നെയല്ല, സ്ത്രീകള് വോട്ട് ഫോർ വിമൻ, ഇന്ത്യ അമംഗ് ദ ഏർലിയസ്റ്റ് വിമൻ ആക്ടിവിസ്റ്റ് ആസ്കിംഗ് ഫോർ വോട്ട് ഫോർ വിമൻ 1917 തന്നെ ഒരു ഡെലിഗേഷൻ ഈ ബ്രിട്ടീഷ് എഡ്വിൻ മോണ്ടഗ്യൂന് അവർ പോയി ഒരു ഡെലിഗേഷൻ, ഒരു റെപ്രസെന്റേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ വിമൻസ് ഓർഗനൈസേഷൻ ഇന്ത്യയിൽ തന്നെ ഭയങ്കര സ്വന്തം ആക്ടിവിറ്റി, സ്വന്തം ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പിന്നെ സോഷ്യൽ ഇഷ്യൂസ് ആയിട്ട് ടേക്കിംഗ് ഇറ്റ് അപ്പ്. പിന്നെ ഈ അന്ന് ഗാന്ധി വിസിറ്റഡ് പല സ്റ്റേറ്റ്സിൽ പോകുമായിരുന്നു, ബീഹാറും പഞ്ചാബിലും. ഐ വോണ്ട് വിമൻ ടു ഹാവ് സ്ട്രെങ്ത് ദംസെൽവ്സ് ടു വിൻ ദെയർ ഫ്രീഡം. അത് സ്വന്തം വിമൻസ് ഓൺ ഇന്റേണൽ സ്ട്രെങ്ത് ഉണ്ടായിരിക്കണം ടു വിൻ ഫ്രീഡം. അല്ല, ഇത് ഇസ് നോട്ട് ഹിസ് ഓൺ ഐഡിയാസ്. അന്ന് ഈ റിഫോം ലീഡേഴ്സ്, സോഷ്യൽ റിഫോം ലീഡേഴ്സ്, രമബായി റാണദേവ്, സർലാദേവി ചൗധരി, ബംഗാളി ദേവ്, അവരൊക്കെ സേയിങ് ഈ എന്താണ് സ്ത്രീകളെ എന്താണ് ഇങ്ങനെ ഈ സബോർഡിനേറ്റ് വെക്കുന്നത്, അവര് സ്ലേവ്സ് അല്ല, അവര് അടിമകളല്ല, ദേ നീഡ് ടു ബി ഫുൾ ആക്റ്റീവായിട്ട് നേഷൻ ബിൽഡിങ്ങിൽ ഒരു പാർട്ടാകണമെന്നുണ്ട്. പിന്നെ 1919 സ്വദേശി ഗാന്ധിയുടെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ഫാക്റ്റാണ് അത്. ഈ വിമൻസ് ആക്ടിവിസം, ഹൗ ഹി ലിങ്ക്ഡ് ഇറ്റ് വിത്ത് ആന്റി കൊളോണിയൽ ആയിട്ടുള്ള മൂവ്മെന്റിന്റെ കൂടെ. സോ കോൾ ഓൺ വിമൻ ടു ഈ ഫോറിൻ ക്ലോത്ത്. ആൻഡ് ഫോറിൻ ക്ലോത്ത് എന്ന് പറഞ്ഞാൽ അത് ഓൾസോ സെൽഫ് റിലയൻസ് ഉണ്ട്. ഇറ്റ്സ് ഓൾസോ എ കോൾ ഫോർ സെൽഫ് റിലയൻറ്റ് ഇന്ത്യ. So that connection which he made is what actually women അന്ന് കുറെ സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു. ഈ ഫോറിൻ ക്ലോത്ത്, പിന്നെ അത് കുറെ ഇങ്ങനെ കത്തിക്കണയൊക്കെ ഉണ്ടായിരുന്നു. കേരളത്തിൽ തന്നെ അതിന്റെ കുറെ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. അപ്പൊ വിമൻ, ഗാന്ധിജി എന്ന് പറഞ്ഞ വിമൻ ഈ ഡൊമസ്റ്റിക്കില് കൺസംഷന് വേണ്ടി, ഡൊമസ്റ്റിക് ഐഡിയാസിന് വേണ്ടി, സെൽഫ് റിലയൻസിന് വേണ്ടി ഈ ഖാദി ആൻഡ് സ്പിന്നിങ് എല്ലാം വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. അതുകൊണ്ട് ദേ ആർ മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ മെൻ. ഈ സെൽഫ് റിലയൻസിന്, ഈ സ്വദേശി, ഈ ആന്റി കൊളോണിയലില് സ്ത്രീകളുടെ റോൾ കുറച്ചുകൂടെ കൂടുതലായിരുന്നു. ഈ സെസ് ആൻഡ് അതുകൊണ്ട് സജസ്റ്റ് അത് ഇതിന് നമ്മൾക്ക് വി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഹൗ ഈ സ്ത്രീകളുടെ സ്വന്തം ആക്ഷൻസ് ഗാന്ധിജീനെ ഇൻഫ്ലുവൻസ് ചെയ്ത്. ആൻഡ് അത് ഈ എന്താണ് ഗാന്ധിജി പറഞ്ഞ ഇത് ഈ സ്മൃതീസും ഒരു ക്രിട്ടിക്കും ചെയ്യും ഗാന്ധിജി. ദാറ്റ് സ്മൃതീസ് ആൻഡ് ശാസ്ത്രാസ് ഒക്കെ
ഈ ഒരു റോങ് ഇംപ്രഷൻ ആണ് കൊടുക്കുന്നത്. സ്ത്രീകൾക്ക് സ്വന്തം അവരുടെ കേപ്പബിലിറ്റി ഉണ്ട്, ദേ കൻ ആക്ട്. പിന്നെ ഈ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഇറ്റ്സ് ഓൾസോ പാർട്ട് ഓഫ് ദി സ്വദേശി മെസ്സേജിന്റെ ഒരു ഇതാണെന്ന് പറഞ്ഞാൽ പല ഈ ഒരു കോൺട്രഡിക്ടറി ആയിട്ടാണ് ഈ ഡൊമസ്റ്റിക് സ്പേസിന് കുറച്ച് സ്വദേശി ഡൊമസ്റ്റിക് സ്പേസ് ഹാൻഡ്ലൂംസ് ഇത് ഈ ഓൾസോ ഡ്രോസ് ഫ്രം രാമായണ മഹാഭാരത. ആൻഡ് അത് തന്നെയല്ല ഈ സോഷ്യൽ റിഫോം മൂവ്മെന്റ്സിന്റെ ഈ പല മെയിൽ റിഫോമേഴ്സ് ഒക്കെ അന്ന് ബംഗാളിലും കേരളത്തിലും മെനി അതർ സ്റ്റേറ്റ്സിലും ആന്ധ്ര, തമിഴ്നാടു ഈ ഏരിയസിലൊക്കെ ഈ സോഷ്യൽ റിഫോം മൂവ്മെന്റ്സിൽ അതിൽ ഈ സ്ത്രീകളുടെ സെൽഫ് അവയർനെസ്സും പിന്നെ അവർ സ്വന്തം ദേ ഷുഡ് ഡിസൈഡ് ദർ ഓൺ ലൈഫ് ആൻഡ് ഡെസ്റ്റിനി, അതൊരു സിഗ്നിഫിക്കൻറ്റ് മെസ്സേജ് ആയിട്ട് ദാറ്റ് ഓൾസോ ഇൻഫ്ലുവൻസ് ഗാന്ധിജി. സോ ചില സ്റ്റഡീസ് ഒക്കെ ആർഗ്യൂ ചെയ്യണത് എന്താ ഈ ഗാന്ധിജിയുടെ ഐഡിയാസ് ഈ സോഷ്യൽ റിഫോമേഴ്സ് അപ്പർ കാസ്റ്റ് സോഷ്യൽ റിഫോമേഴ്സിന്റെ ആദ്യം ഐഡിയാസ് ആണ് ക്യാരി ഫോർവേഡ് ചെയ്തത്. പക്ഷേ ഇതിൽ ഗാന്ധിജി ഒരു ഡൈനാമിക് കോൺസെപ്റ്റ് ഓഫ് വിമൻ ഇൻ പോളിറ്റിക്സ്, സോഷ്യൽ റോൾ ഓഫ് വിമൻ ആയിട്ട് he brought that into the discussion. അപ്പോൾ അതുകൊണ്ട് അത് തന്നെയല്ല ഈ റീഡിഫൈനിങ് ദ ഹോം, സ്പിന്നിങ് ബൈ വിമൻ വിതിൻ ദ ഹോം ആൻഡ് ലിങ്കിങ് അത് സ്വദേശി and anti-colonialism, that gives a very new meaning to the Gandhian movement. Then Gandhiji was very clear about the women's role within the home. It was very much, that is I think a contradiction. It's like a contradiction on the one hand because അത് കൂടുതൽ emphasize ചെയ്യും. അത് ഇപ്പൊ ഒരു there are many documents ഉണ്ട്. അത് ഈ എന്താണ് ഈ ഹാൻഡ്ലൂം വീവേഴ്സ് ഒരു എക്സാമ്പിൾ സൈറ്റ് ചെയ്യുന്നുണ്ട് ഗുജറാത്തിലെ ഹാൻഡ്ലൂം വീവേഴ്സ്. അവരുടെ ഈ ഫാക്ടറിയിൽ ഹാൻഡ്ലൂംസിൽ വർക്ക് ചെയ്യണം. അപ്പൊ അതില് ഗാന്ധിജി പറയണ ഇവര് സ്ത്രീകൾ ഇങ്ങനെ പുറത്തുപോയി ഫാക്ടറിയിലൊക്കെ വർക്ക് ചെയ്തെങ്കിൽ പിന്നെ വീട്ടിലെന്ത് വീടാരും നോക്കും. പിന്നെ പിന്നെ ഈ കോൾസ് ഓൺ ഈ കുറച്ചുകൂടെ എഡ്യൂക്കേറ്റഡ് സ്ത്രീകളുടെ ഈ സ്ത്രീകള് ഫാക്ടറിയിൽ പോയാൽ ദേ മൈറ്റ് ബി സെക്ഷലി അബ്യൂസ്ഡ്. ആൻഡ് അതുകൊണ്ടാണ് ഹി വാണ്ട്സ് ടു ദാറ്റ് ഹാൻഡ് സ്പിന്നിങ് ആൻഡ് ഹാൻഡ് വീവിങ് വിതിൻ ദ ഹോം ആയിട്ട് വാസ് മോർ സിഗ്നിഫിക്കൻറ്റ് ഫോർ ഹിം. അപ്പോൾ ഈ വിതിൻ ആൻഡ് ഔട്ട്സൈഡ് ദ ഹൗസ് ഈ ഹൗസ് ആൻഡ് ഫാമിലി ഹൗസ് ഫാമിലി വളരെ ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഗാന്ധിജിയുടെ ആ ഡിഫറൻസിയേഷൻ ഇസ് വെരി മെസ്സേജിൽ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അതിൽ തന്നെയല്ല വിമൻസ് വർക്ക് ഇൻ ഫാക്ടറീസ്, അവർക്ക് ഈ അതിൻ്റെ ഈ സോർട്ട് ഓഫ് ക്രിട്ടിസൈസസ് വിമൻ ഫാക്ടറീസിലൊക്കെ പോയി ജോലി ചെയ്യണം. doesn't see that അത് ഒരു കമ്പൾഷൻ ആണ്, or they want to work in the factories. അത് പറഞ്ഞാൽ അപ്പൊ വീടൊക്കെ നെഗ്ലക്റ്റ് ആവും. ഈ തിങ്കിങ് ഗോസ് ഓൺ ത്രൂ ഔട്ട് ഹിസ് ഹോൾ ഈ ഹോം ആൻഡ് വീവിങ് ആൻഡ് സ്വരാജ്. ആൻഡ് സോ ഈ വിമൻ വർക്കിംഗ് ഔട്ട്സൈഡ് ഒരു ക്രിട്ടിസൈസ് ചെയ്യും. At the same time, he also sees women as representing the Swaraj and anti-colonialism. So ഇതൊരു കോംപ്ലെക്സ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണ്. പിന്നെ 1920s 30s ഗാന്ധിജിയുടെ തന്നെ സ്വന്തം ഐഡിയാസ് എന്താണ് ഈ ക്ഷേത്രപ്രവേശനത്തിന്റെ സമയത്ത് ഗാന്ധിജിയുടെ സ്വന്തം ഐഡിയാസ് ഒക്കെ കുറെ മാറ്റങ്ങൾ വരുന്നുണ്ട്. അത് ഗാന്ധിജി എന്നും അങ്ങനെയാണ്. അവരുടെ ഈ അക്കോർഡിംഗ് ടു ദ പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റിൽ ഭയങ്കര ചേഞ്ചസ് ഹിസ് ഐഡിയാസ് റെസ്പോൺസസ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ഒരു ലിനിയർ ആയിട്ട് ഇങ്ങനെ ഈ ഗാന്ധിജിയുടെ ഐഡിയാസ് ഹിസ് തിങ്കിങ് ഇങ്ങനെ ഒരു ലിനിയർ ആയിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ് പോസിബിൾ അല്ല.
സോ അതില് ഈ 1930s എന്താണ് ഈ ക്ഷേത്രപ്രവേശനം അതിൽ ഈ പല ഹിന്ദു ഒരു ഹിന്ദു സ്ക്രിപ്റ്റേഴ്സിനെ ഒരു റീഇൻറ്റർപ്രറ്റ് ചെയ്യണ ഒരു ഈ ട്രൈസ് ടു മേക്ക് എ റീഇൻറ്റർപ്രിട്ടേഷൻ ഡൗറി സത്തി പിന്നെ ഹിന്ദു വുമൻ എന്താന്ന് പറഞ്ഞൊരു റീഇൻറ്റർപ്രിട്ടേഷൻ അതില് പക്ഷെ അതിൽ ഇമ്പോർട്ടൻ്റ് എന്താന്ന് പറഞ്ഞാൽ മാരേജ് ഈ കല്യാണം അത് അതിന്റെ ഓൺലി പർപ്പസ് ദാറ്റ് ഗാന്ധി ജി സീസസ് ദാറ്റ് is good for reproduction, and he doesn't see the role of like love and relationships. He sees it more as part of reproduction. അപ്പൊ ഈ ഈവൻ ദാറ്റ് ഈ അൺടച്ചബിലിറ്റിയുടെ ക്യാമ്പയിൻസ് ഉണ്ടായിരുന്നു ആൻഡ് പല ഈ awakening how people അവരുടെ സ്വന്തം inside they have to change within and not so much about ഈ ഏജൻസിയുടെ അല്ല it is more about people അവരുടെ സ്വന്തം women should operate within this definition of marriage and within the household and at the same time child marriage parda dowry sati ellam has to be changed. So അത് തന്നെയല്ല ഗാന്ധിജി said that ഈ legal law തന്നെ സ്ത്രീകളുടെ against ആണ്. പിന്നെ he also says women are co-sharers in their husband's power and privileges. So the both he actually there's these contradictory ideas are there. At the same time, women's agency, he does recognize that also as part of the freedom struggle. The Gandhian ideology, sexuality, love, marriage is ഭയങ്കര this is his own experiments with truth and very it is highly criticized also. And according to Gandhiji, that men should be a model of restraint, and the sexual relationship is only for reproduction. And that is his whole approach. He himself tries many kind of experiments himself on brahmacharya and other things, which is other than itself is criticized quite a lot. And other than discussions ഒക്കെ ഉണ്ട്. അപ്പൊ it has got to do with our സ്വന്തം ഈ സെക്ഷുവാലിറ്റിയിലെ experiments, and he also brings it on to the to women. Women and it's very important to know that women our debates on women and gender, Gandhijiയുടെ ideas and action പലതരത്തിൽ ഇമ്പാക്ട് ഉണ്ടായിട്ടുണ്ട്. So although they were very much largely part of the Gandhian-led movements, when അവരുടെ സ്വന്തം എല്ലാ ഓൺ ജേർണീസ് ഉണ്ടായിരുന്നു ഇൻ ഡിഫറെന്റ് പല റീജിയൻസിലെ കാസ്റ്റ് കമ്മ്യൂണിറ്റി റീജിയൻ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു, ഇൻസ്റ്റിറ്റ്യൂഷൻ ബിൽഡിംഗ് ഉണ്ടായിരുന്നു, അവരുടെ സ്വന്തം വ്യൂ പോയിന്റ്സ് ഉണ്ടായിരുന്നു. So this my whole presentation is actually also quite a lot draw from my own mother. That she 1940s she also she was the editor of this Gandhian publication called Common Man. But after meeting Baba Saheb Ambedkar, she has written that she also edited Jai Bhim. So both from Madras in the 1940s. So therefore, they had their own ideas of what influenced them, some choices ഉണ്ടായിരുന്നു. So I think my mother's Dakshinis was very much that influence, mostly more by the Gandhian ideas and way of living, way of living and constructive work. അതിന്റെ ഭയങ്കര ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു. പക്ഷേ she also had സ്വന്തം ഐഡിയാസ് ഉണ്ടായിരുന്നു. അപ്പൊ ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഡിബേറ്റ്സിൽ ഈ ഡീസെൻട്രലൈസേഷൻ, ഗാന്ധിയൻ പഞ്ചായത്ത്, Panchayat,  Raj, appointment of governors, decentralization, all these ideas, they were very much there. So I think my mother's Dakshinis was very much that, the influence, mostly more by the Gandhian ideas and way of living, decentralization
അത് പിന്നെ അത് തന്നെയല്ലേ ഈ ഡ്രാഫ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യയുടെ ഡ്രാഫ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ, അതൊരു ഫസ്റ്റ് ജനറൽ ഇലക്ഷൻസിൽ ആ ഡ്രാഫ്റ്റ് ഷുഡ് ബി പുട്ട് ബിഫോർ ദ പീപ്പിൾ. So these are our own ideas that, um, despite being influenced by Gandhian and Ambedkarite to some extent, but more by the Gandhian, സ്വന്തം ideas ഉണ്ടായിരുന്നു. So my whole presentation is just that women, there were large sections of women who were influenced by Gandhiji, who followed him in all the movements and struggles. They followed him, but at the same time, other than same time, they had their own സ്വന്തം ideas ഉണ്ടായിരുന്നു. They had their own opinions ഉണ്ടായിരുന്നു. So I think that is a very significant point to put forward. So blind followers അല്ലായിരുന്നു. And mostly my presentation is just this, the point ആണ്. കേരളത്തില് ഈ ഗാന്ധിയൻ ഇൻഫ്ലുവൻസ്, ഐ തിങ്ക് എനിക്ക് തോന്നുന്നു ഈ ഗാന്ധിയൻ ഇൻഫ്ലുവൻസ് ഇമ്പാക്റ്റഡ് ദ ആന്റി കാസ്റ്റ് മൂവ്മെന്റ് ക്വൈറ്റ് എ ലോട്ട്, കുറെ കൂടുതൽ ഇമ്പാക്ട് ചെയ്ത്. സോ ദെയർഫോർ ദ ആന്റി കാസ്റ്റ് മൂവ്മെന്റിന്റെ ഈ ഗാന്ധിയൻ ഇൻഫ്ലുവൻസ് ആൻഡ് സം സെക്ഷൻ ഓഫ് പാർട്ട് ഓഫ് ഹിന്ദുവൈസേഷൻ, എനിക്ക് തോന്നുന്നു ദാറ്റ് ഇൻഫ്ലുവൻസ് നമ്മൾ അധികം സ്റ്റഡി ചെയ്തിട്ടില്ല. പക്ഷേ that has been because Baba Saheb Ambedkar's influence on Kerala came കൂടുതലും 1970s 80s കേരളത്തില് ഒരു വിസിറ്റ് മാത്രം ഉണ്ടായിട്ടുള്ളൂ. സോ ഗാന്ധിയൻ ഇൻഫ്ലുവൻസ് ആയിരുന്നു കൂടുതലും ഇൻ കേരള. അതുകൊണ്ട് ഐ തിങ്ക് ഇൻ എ സെൻസ് ദാറ്റ് ഹോൾ ഈ ആന്റി, എൻ്റെ മദർ ഈ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ പറയും, ഈ ഷി ഹാസ് സെഡ് സ്പീച്ചിൽ പറഞ്ഞ ഈ if you call ഒരു പട്ടീനെ നെപ്പോളിയൻ എന്ന് വിളിച്ച, it's the same as giving the term ഹരിജൻ. If you call ഒരു പട്ടീനെ നെപ്പോളിയൻ എന്ന് പറഞ്ഞാൽ does it become Napoleon? So അങ്ങനത്തെ there were these strong critiques also of ഈ ടേംസ്, ഗാന്ധിയൻ ടേംസിന്റെ കുറച്ച് ക്രിട്ടീക്കും ഉണ്ടായിരുന്നു. പക്ഷെ the same time ഒരു കേരളത്തില് സ്ട്രോങ്ലി ഒരു ഡിസ്കഷന്റെ ആവശ്യമുണ്ട്. ഈ ഇൻഫ്ലുവൻസ്, ഗാന്ധിയൻ ഇൻഫ്ലുവൻസും പിന്നെ ആന്റി കാസ്റ്റ് മൂവ്മെന്റിന് ആൻഡ് സയന്റിഫിക് തിങ്കിങ്, സയന്റിഫിക് അപ്രോച്ച് ആയിട്ടുള്ള എങ്ങനെയാണ് ഇതിന്റെ വാട്ട് ഇസ് ദ ഇമ്പാക്ട്.